ഇതിനായ ഒരു തവളയുടെ കഥയാണ് കൊച്ചു കൂട്ടുകാർക്കായിട്ട്. കാട്ടിലൊരിടത്ത് തവളകളുടെ സമ്മേളനം ഉണ്ടായി. സമ്മേളനം എല്ലാം കഴിഞ്ഞ് തവളകൾ അതാത് വാസസ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന വഴി 2 തവളകൾ വലിയൊരു കുഴിയിലേക്ക് വീണു. പരിചയമില്ലാത്തൊരു സ്ഥലത്തു നിന്ന് വന്ന് 2 തവളകൾ ഈ കുഴിയിലേക്ക് വീണുപോയി. മറ്റ് തവളകളെല്ലാം കൂടെ ഈ തവളകൾ വീണത് നോക്കി നിൽക്കുകയും രക്ഷിക്കാൻ കഴിയാത്തത്ര താഴേക്കാണല്ലോ എന്ന് പറഞ്ഞ് ഇവർ വിളിച്ചു പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾക്ക് രക്ഷിക്കാനും കഴിയില്ല, ഇത്രയും ആഴത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്ത് ഇവരോട് ഇങ്ങനെ സങ്കടപ്പെട്ട് ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. അതിലൊരു തവള ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ച് നിരാശനായിട്ട് ഈ കുഴിയുടെ സൈഡിലേക്ക് മാറിയിരുന്നപ്പോൾ മറ്റേ തവള ഇങ്ങനെ തുള്ളിച്ചാടി 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 സർവ്വശക്തിയും എടുത്ത് ഈ തവള തുള്ളിച്ചാടുമ്പോഴും മറ്റു തവളകൾ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ കളയാതെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമോ നോക്കട്ടെ, പക്ഷെ ഇപ്പോൾ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ തവള ഇതൊന്നും മൈൻഡ് ചെയ്ത് തുള്ളിച്ചാടി തുള്ളിച്ചാടി മുകളിൽ കയറി വരികയും ഞങ്ങൾ ഇത്രയും പേര് പറഞ്ഞിട്ടും ഈ തവള എന്തുകൊണ്ടാണ് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടും ഈ തവള എങ്ങനെ അവൻ്റെ മാക്സിമം ശക്തി ഉപയോഗിച്ച് ഈ തവള കയറി വരികയും ഒപ്പം കയറി വന്ന ശേഷം കാട്ടുവള്ളികൾ, ഇതൊരു കഥയാണ്, കാട്ടുവള്ളികളെല്ലാം ചേർത്ത് കെട്ടി മറ്റേ തവളയ്ക്ക് രക്ഷപ്പെടാനായി ഈ വള്ളി ഇട്ട് കൊടുത്തിട്ടും തവള നിരാശനായിട്ടിരുന്നപ്പോൾ ഈ തവള ഈ വള്ളിയിൽ കൂടി താഴേക്ക് കയറി ഇറങ്ങി മറ്റേ തവളയും പിടിച്ച് മേളിൽ കയറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്തു. എല്ലാവരും ഈ തവളകളും രക്ഷപ്പെട്ട തവളയും എല്ലാം കൂടെ ഈ ഒരു കുഴിയിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടും രക്ഷപ്പെടില്ല, ഉറപ്പാണ്, അത്രയും അഗാധമായ ഈ ഒരു കുഴിയിൽ നിന്ന് തവളയെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടും ഈ ശക്തി എവിടുന്ന് കിട്ടി? ഞങ്ങൾ ഇത്രയും പേരും അനവധി തവളകളുണ്ടായിരുന്നു ഒരുമിച്ച് പറഞ്ഞിട്ടും എന്താണ് ഈ തവളയ്ക്ക് ഇത് മനസ്സിലാകാനെന്ന് ചോദിച്ചപ്പോൾ തവള കഴിഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും അവർ ഓരോന്ന് പറഞ്ഞിട്ടും തവള അതിനൊന്നും മൈൻഡ് ചെയ്യാതെ സന്തോഷത്തോടെ തിരിച്ച് അതിൻ്റെ വാസസ്ഥലത്തേക്ക് പോകാൻ നോക്കിയ വേളയിൽ ഈ തവളയുടെ കൂട്ടത്തിലുള്ള അമ്മത്തവളയാണ് ഈ തവളയെക്കുറിച്ച് പറഞ്ഞത്. ഈ തവളയ്ക്ക് ജന്മന ചെവി കേൾക്കില്ല, ബധിരനായിരുന്നു, മറ്റുള്ളവരുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. പകരം ചെറുതിലെ അമ്മ കൊടുത്ത പേരൻസ് കൊടുത്ത ആത്മവിശ്വാസം, ഉള്ളിലുള്ള ശക്തി വെച്ചിട്ട് ഈ തവള തിരിച്ചു കയറി വരികയായിരുന്നു. പരീക്ഷകളിൽ തോറ്റാലും ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നാലുമൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ മറ്റുള്ളവർ ചിന്തിക്കും, കഴിയില്ല, നമുക്കും ചിന്തിക്കും. പക്ഷെ ഇതൊന്നും കേൾക്കാതെ കുറച്ച് കാലത്തേക്ക് ബധിരനായിട്ടിരുന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോയാൽ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് കരകയറാനും രക്ഷപ്പെടാനും കഴിയുമെന്ന് ഈ ബധിരനായ തവള നമുക്ക് കാണിച്ചു തരുന്നു. കുട്ടികൾ ഇതിലും നല്ലതായിട്ട് നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കുക. നല്ല വാക്കുകൾ ചെവിക്കൊള്ളുക, നമ്മളെ വളർത്തുന്ന വാക്കുകൾ, നമ്മളെ തളർത്തുന്ന വാക്കുകൾ നമ്മൾ ചെവിക്കൊള്ളാതെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. ഈ നമ്മളെ തളർത്തുന്ന വാക്കുകൾ കേട്ട് മിണ്ടാതിരുന്നാൽ നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കാനേ കഴിയുകയുള്ളൂ. പക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ നമ്മളിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞ് നമ്മൾ രക്ഷപ്പെടാനും കൂടി ഇങ്ങനെയുള്ള കഥകൾ നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിലും നന്നായിട്ട് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ കുഞ്ഞനിയന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. ബി പോസിറ്റീവ്.